വള്ളസദ്യ കഴിക്കാൻ കൊതിച്ചവർക്ക് എട്ടിന്റെ പണി. ആറന്മുള ക്ഷേത്രത്തിലെ പാസ് വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ പണം തട്ടൽ. ഹരിപ്പാട് സ്വദേശിനിക്ക് നഷ്ടം 2000 രൂപ. ആറന്മുള പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചെത്തുന്ന ഭക്തരെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയ വഴി വൻ പണം തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാകുന്നു. ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിനായി പ്രത്യേക പാസ് തരപ്പെടുത്തി നൽകാം എന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരപരാധികളായ ആളുകളിൽ നിന്നും പണം തട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആറന്മുള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണമാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വള്ളസദ്യ പാസിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഹരിപ്പാട് സ്വദേശിനിയായ യുവതിക്ക് തങ്ങളുടെ കയ്യിൽ നിന്നും 2000 രൂപ നഷ്ടമായതായി പോലീസിന് പരാതി ലഭിച്ചതോടെയാണ് വിരുദ്ധന്മാരുടെ പുതിയ തട്ടിപ്പ് രീതി പുറം ലോകം അറിയുന്നത്. ആറന്മുള ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാമൂഹിക മാധ്യമങ്ങളുടെ പരിചയപ്പെട്ട വ്യക്തിയാണ് ഈ കേസിൽ പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 4 പേർക്ക് വള്ളസദ്യയിൽ തടസ്സമില്ലാതെ പങ്കെടുക്കുന്നതിനും വിശിഷ്ടമായ സദ്യ കഴിക്കുന്നതിനുമുള്ള പ്രത്യേക പാസ് ഏർപ്പാട് ചെയ്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ഹരിപ്പാട് സ്വദേശിനിയിൽ നിന്നും ഗൂഗിൾ പേ വഴിയും മറ്റും തുക ഈടാക്കിയത്. തുടർന്ന് ഇയാൾ ആവശ്യപ്പെട്ട പണം കൃത്യമായി അയച്ചു കൊടുത്ത ശേഷം ഏറെ സന്തോഷത്തോടെ വള്ളസദ്യയിൽ പങ്കെടുക്കാനായി ആറന്മുള ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് തങ്ങൾ ക്രൂരമായി കബളിപ്പിക്കപ്പെട്ട വിവരം യുവതിയും കൂടെയുണ്ടായിരുന്ന സംഘവും തിരിച്ചറിയുന്നത്. അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ജീവനക്കാരനോ പാസോ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായത്. തങ്ങൾ വലിയ രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ഇവർ ഒട്ടും സമയം കളയാതെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പോലീസിന് പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് വിവരം ഉടൻ തന്നെ ആറന്മുള SHO ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPS നേരിട്ട് ധരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ കർശന നിർദ്ദേശപ്രകാരം ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള വഞ്ചനാ കുറ്റത്തിനും ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പായതിനാൽ IT ആക്ട് ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചേർത്തും പോലീസ് കേസെടുക്കുകയായിരുന്നു. പവിത്രമായ ആറന്മുള വള്ളസദ്യയുടെ മറവിൽ നടന്ന ഈ ഓൺലൈൻ തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിനായി ആറന്മുള സർക്കിൾ ഇൻസ്പെക്ടർ MR രാജേഷ് കുമാർ, ആറന്മുള SHO ഉണ്ണികൃഷ്ണൻ G എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സൈബർ പോലീസിന്റെ സഹായത്തോടെ തട്ടിപ്പ് നടത്തിയ വ്യക്തിയുടെ ഫോൺ നമ്പർ, സോഷ്യൽ മീഡിയ അക്കൗണ്ട്, വിലാസം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതി ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ തന്നെ വലയിലാക്കാൻ കഴിയുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ആറന്മുള വള്ളസദ്യ പോലെയുള്ള വൻ ജനപങ്കാളിത്തമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഔദ്യോഗിക വഴികളല്ലാതെ സോഷ്യൽ മീഡിയയിലെ വ്യാജ അക്കൗണ്ടുകൾ വഴിയോ അപരിചിതമായ വ്യക്തികൾ വഴിയോ പണം കൈമാറി പാസുകൾ വാങ്ങാൻ ശ്രമിക്കരുതെന്ന് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴരുതെന്നും സദ്യയിൽ പങ്കെടുക്കാൻ അമ്പലവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. തട്ടിപ്പുകാരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്.